ഞായറാഴ്ച ക്ലിനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഉടനെ തന്നെ ട്രെയിന് കയറി. അങ്കമാലിയിൽ നിന്ന് കയറി 11:30 ആകുമ്പോഴേക്കും വടകര റീച്ചായി. ട്രെയിന് കയറിയപ്പോഴാണ് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ വടകര എത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തു നേരെ വീട്ടിലേക്ക്. 6 മണിക്ക് അങ്കമാലിയിൽ നിന്ന് കയറിയതാണ്. ഒരു 11:30 ആകുമ്പോഴേക്കും വീട്ടിലേക്ക് റീച്ചായി. രണ്ടുപേരും ഉറങ്ങാണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ. അങ്ങനെ നല്ല വിശപ്പായിരുന്നു. അച്ഛൻ ഫ്രൈഡ് റൈസൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ വക സ്പെഷ്യൽ മാംഗോ ഷേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേഗം തന്നെ തട്ടി വയറ്റിലേക്കാക്കി. അപ്പം അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഫ്രഷായി, പെട്ടെന്ന് തന്നെ വേഗം തന്നെ ഫ്രഷായി പോയിട്ട് പിന്നെ അതിനുശേഷം ഞങ്ങളുടെ മെയിൻ പരിപാടിയായത് ഞങ്ങൾ സോഫാമിൽ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ എന്തെങ്കിലും നാട്ടു വർത്താനൊക്കെ പറയും. പിന്നെ ഒന്ന് കോമഡി ഷോ ഒക്കെ കണ്ടു. സമയം നോക്കുമ്പം 12:30 ആയിട്ടുണ്ടായിരുന്നു. നാട്ടുവർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ലേറ്റായി. അങ്ങനെ ലാസ്റ്റ് റൂമിലേക്ക് എത്തി. ഉടനെ ബെഡ് കണ്ടപ്പോൾ അങ്ങ് കിടന്നങ്ങ് ഉറങ്ങി. രാവിലെ എണീക്കാൻ വേണ്ടി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രഷായി നേരെ തന്നെ അടുക്കളയിലേക്ക് ഓടി. അങ്ങനെ അമ്മേൻ്റെ അടുത്ത് നിന്ന് ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ട് കുടിച്ചു. கண்கள் எல்லாம் என்னை பார்ப்பது போல் ഒരു കലക്കമും തോன்റുതടി. അടുക്കളയിലുള്ള സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ സമയത്താണ് ഓർമ്മ വന്നത്. കുറേ പണികളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ ഡ്രസ്സുകളുണ്ടായിരുന്നു. അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടു. വീടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഇതൊന്നും എല്ലാം അമ്മയാണ് ചെയ്യൽ. ഇന്ന് ഞാൻ ചെയ്തതേ ഉള്ളൂ. അപ്പോഴാണ് അച്ഛൻ അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ കൊണ്ടുവന്നത്. അതൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമായി. അങ്ങനെ എല്ലാവരും ഇരുന്നിട്ട് റെയറായിട്ടാണ് ഇങ്ങനെ കഴിക്കുക. എല്ലാവരും ഒരുമിച്ച് കിട്ടാറില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ സ്റ്റാളിലേക്ക് പോയി. ചിക്കനൊക്കെ മേടിച്ചു. നേരെ വന്നു. പുറത്ത് വെയിലായതുകൊണ്ട് ഭയങ്കര ടയേർഡായി. അങ്ങനെ ഒരു ആപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ഇതെൻ്റെ കസിൻ്റെ മോളാണ്. അപ്പോൾ എനിക്ക് ഇവളുമായിട്ട് വന്നു കഴിഞ്ഞാലൊക്കെ ഇവളെടുത്ത്. അങ്ങനെ ഉച്ചയ്ക്ക് വീട്ടിലെത്തി. നല്ല അമ്മയുടെ ചിക്കൻ ഫ്രൈയും ബീൻസ് തോരനും ചിക്കൻ കറിയും നെല്ലിക്കറിയും ചോറും എല്ലാം സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മൊത്തം ഭാഗത്തേക്ക് ഡയറ്റ് മൊത്തം. അപ്പം വൈകിട്ടായി. ഇപ്പം വൈകിട്ടായ സമയത്തൊക്കെ എടുത്തു. ബസ്സിൻ്റെ സമയമായി. ഞാൻ റിട്ടേൺ അടിച്ചു. ടാറ്റാ ബൈ ബൈ, സീ യു.